ഇതിപ്പോൾ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതും കൂടെ ഫ്രൈ ചെയ്ത് കഴിക്കേണ്ടി വന്നേനെ. കിച്ചൻ എങ്ങനെയുണ്ട്? ഹലോ, എല്ലാ കൂട്ടുകാർക്കും പാഷൻ ഫാക്ടറി അൺലിമിറ്റഡിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് സ്പെഷ്യൽ എപ്പിസോഡാണ്. കുക്കിംഗ് സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് നോൺ വെജ് ലഞ്ച് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഞങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഇന്ന് വേറൊരാൾ കൂടെ ഉണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയും കൂടി ചേർന്നിട്ടാണ് ഇന്നത്തെ വ്ലോഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആളുടെ ഞാൻ കാണിച്ചു തരാം. ആളുടെ പേര് നീതു എന്നാണ്. കമോൺ. ഓക്കെ, ഇതാണ് നീതൊരു ഹായ് പറഞ്ഞേക്കാം. ഹായ്, ഹലോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരുമിച്ചിട്ടാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഡിഷസ് ഡിഫറെൻറ്റ് വെറൈറ്റി ഡിഷസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ വെജ് ഐറ്റംസിനകത്ത് ഞങ്ങൾ ഏത്തപ്പഴം കാളനും പിന്നെ പയർ മെഴുക്കുവരട്ടി. നോൺ വെജ് ഡിഷസ് എന്ന് പറയുമ്പോൾ കുറേ ഉണ്ട്, ഞങ്ങളൊന്ന് പൊളിച്ചു എന്ന് പറയാം. അപ്പോൾ നോൺ വെജ് ഡിഷസിനകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറി, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ മീൻ വറുത്തതുണ്ട്, പ്രോൺസ് റോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ ഇന്ന് ഒരു ലഞ്ച് ഉണ്ടാക്കി സെറ്റാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുക്കിങ്ങിൻ്റെ മാക്സിമം വീഡിയോ ഇടാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും മിസ്സിങ്, എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യണം. അത് മാത്രമല്ല, ഇങ്ങനത്തെ ഒരു ലഞ്ച്, ഒരു ഫുൾ നോൺ വെജ് കോംബോ ലഞ്ചസ് ഒക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അത് മാത്രമല്ല പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ? ഇല്ല, വേറെ ഓക്കെ. അപ്പോൾ നമുക്ക് സമയങ്ങളായി തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഏത്തപ്പഴം കാളൻ ഉണ്ടാക്കാം. ഏത്തപ്പഴം വെച്ച് കാളൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്തായാലും ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിങ്ങനെ സൈഡ് ഒരു ചെരിച്ച് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. പിന്നെ തേങ്ങ ജീരകം, ഇതിന് അരപ്പിനുള്ള തേങ്ങ ജീരകം, പിന്നെ ഒരു ഇത്തിരി കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയേ ഉള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനം വെച്ചിട്ട് ആണ് നമ്മൾ. പിന്നെ തൈരുണ്ട്, തൈര് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. പച്ചമുളകും ഉണ്ട്. അപ്പോൾ ഞാൻ ചേർക്കുന്ന വഴിക്ക് അത് പറഞ്ഞു പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ഏത്തപ്പഴം വേവിക്കാൻ പോവാണ്. ഏത്തപ്പഴം വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് വെക്കാം. ഓക്കെ, അപ്പോൾ പച്ചമുളക്, ജീരകം, തേങ്ങ. അപ്പോൾ ഇത് ഞാൻ അരച്ചോണ്ട് വരാം. അരച്ചിട്ട് ഇത് വെന്ത് വരുമ്പോഴത്തേക്കിന് അരപ്പ് ചേർക്കുക. പിന്നെ തൈരും ചേർക്കും. നല്ല കട്ടത്തൈര്, ഇത്തിരി പുളിയുള്ള കട്ടത്തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് ഏത്തപ്പഴം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഈ അരപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പച്ചമുളക്, ജീരകം, തേങ്ങ, ഈ അരപ്പും അരച്ച് ഒരുവിധം നല്ലപോലെ അരച്ചിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് തന്നെ അരച്ചിട്ടുണ്ട്. വെള്ളം അധികം ചേർത്തിട്ടില്ല. തൈര് ഒഴിച്ചിട്ടാണ് അരച്ചിരിക്കുന്നത്. അപ്പോൾ അതും അരപ്പ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല അത്യാവശ്യം, ഒത്തിരി പുളിയല്ല, അത്യാവശ്യം പുളിയുള്ള തൈര് ഇങ്ങനെ നല്ലപോലെ അടിച്ചു വെച്ചിരിക്കുന്നത്. മിക്സിയിൽ അടിച്ചില്ല, ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് വെച്ചിരിക്കുക. ഇത് പിന്നെ ഒരുപാട് നമ്മൾ മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാൽ മോര് പോലെ ആയി കഴിഞ്ഞാൽ വെള്ളം വരും. അപ്പോൾ പിന്നെ ആ കാളിൻ്റെ ഒരു തിക്നെസ് പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഏത്തപ്പഴം എന്ത് ഇരിക്കുകയാണ്, അതിലേക്ക് ഞാൻ ഇത്തിരി കായപ്പൊടി ചേർക്കാം കേട്ടോ. ശകലം ഒരു നുള്ളു കായപ്പൊടി ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇതിനകത്തേക്ക് ഞാനിപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുക. ഇനി ഉലുവയും കൂടെ ചേർക്കണം. അത് നമ്മൾ കടുക് താളിക്കുമ്പോഴത്തേക്കിനും ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ തൈര് ഫുള്ളും ഒഴിച്ചു കൊടുക്കുക ഇതിനകത്തേക്ക്. ഇത് ബോൺലെസ് ചിക്കൻ എടുത്ത് ഇതുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ബോൺലെസ് ചിക്കൻ നിങ്ങൾ റെഡിയാക്കി അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്യാൻ പോകാം. ഇപ്പം പാരലലി ഞാനിവിടെ കാളൻ ഉണ്ടാക്കുന്ന സമയത്ത് നീന്തും അവിടെ ഇതിന് വേണ്ടിയിട്ട് ഉള്ള സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ഇളക്കി പിന്നെ ഒരു തിളച്ചൊന്ന് കയറി വരുമ്പോഴത്തേക്കിനും അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ചൂടാക്കണം. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കടുകും കൂടെ താളിച്ചൊഴിക്കും. ഉലുവയും കടുകും ഉള്ളി കരിയാപ്പില താളിച്ച് ചേർക്കും. ക്യാമറ ഇങ്ങനെ തിരിയട്ടെ. ഇവിടെ മാരിനേറ്റ് ചെയ്യുന്ന ചിക്കൻ എന്തൊക്കെയായിരുന്നു? ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. ഇത് എത്ര സമയം വെക്കേണ്ടി വരുമായിരിക്കും? ഇതൊരു 15 മിനിറ്റ്സ് നമുക്ക് വയ്ക്കാം.
കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് വെച്ചിട്ട് സോഫ്റ്റ് ആയി കിട്ടും. ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചു. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാടലുള്ള കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് എണ്ണ ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് ഇത്തിരി മുളക് പൊടിയും കൂടി ചേർക്കും. അപ്പോൾ അതായത് നമ്മൾ നേരെ നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാളിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കങ്ങ് മൂടി വെക്കാം. ഇനി കഴിക്കാറാകുമ്പോഴത്തേക്കിനും ഇത് നല്ല സെറ്റായിട്ടിരിക്കും. അപ്പോൾ നല്ല സൂപ്പറായിരിക്കും അല്ലേ? ചിക്കൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ നല്ല മുളകും ഉപ്പും കുരുമുളകും ഒക്കെ പിടിച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് തന്നെ അടുത്ത് നമ്മൾ മെഴുക്കുവരട്ടി വെക്കും. പിന്നെ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യും. ചെമ്മീൻ ഡ്രൈ ഫ്രൈ അല്ലേ? ചെമ്മീൻ ഡ്രൈ ഫ്രൈയും ചെയ്യും. നീതു കുക്കിങ്ങിലേക്ക് കടന്നു. അപ്പോൾ ഇനി നീതുവിൻ്റെ സ്പെഷ്യൽ പയർ മെഴുക്കുവരട്ടി. ഇത് ചതച്ച വെളുത്തുള്ളി, ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചത്. ഇതിലെല്ലാം ചതച്ച സാധനങ്ങളാണ്. ഇത് ചതച്ച മുളക് പൊടി, മുളക് ചതച്ച ഉണക്കമുളക്. ഈ എണ്ണ ഒഴിക്കാൻ പോവാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇത് പറഞ്ഞോ കയ്യിലോ? ഇതിനെ ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി കയ്യിൽ എന്തിനാ? കയ്യിലെന്ന് വെച്ചാൽ സ്പൂണൊന്നല്ലേ? എണ്ണ ചൂടായപ്പോൾ ഞാൻ തീ കുറച്ച് സിമ്മാക്കും. അല്ലെങ്കിൽ ഉള്ളി ഇടുമ്പോഴേ അതൊരു കാര്യം. ആദ്യം ഉള്ളി ഇടും അല്ലേ? അപ്പോൾ ഇതങ്ങനെ വേവട്ടെ. നമുക്ക് ചിക്കൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഓക്കെ. പയർ വേകാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിരിക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ ഓരോന്നായിട്ടും ഇട്ട് കൊടുക്കുക. അടുപ്പിൽ സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണത്തിൽ ചിക്കൻ ഫ്രൈ, ഒരെണ്ണത്തിൽ പയർ മെഴുക്കുവരട്ടി ആവാനുള്ളത്. ഇനി ഞങ്ങൾ ചെമ്മീൻ ഇതിനകത്തേക്ക് വരട്ടാൻ പോവാം. ഡ്രൈ റോസ്റ്റ് ചെമ്മീൻ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, എണ്ണ ഒഴിച്ചു കൊടുത്തു. ഈ ചെമ്മീൻ ഡ്രൈ റോസ്റ്റിനൊരു പ്രത്യേകതയുണ്ട്. ഇത് 4 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഈ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. നമ്മൾ നോർമലി ചെയ്യുമ്പോൾ കുറേ സാധനങ്ങളിട്ട ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പം ഇതിനകത്ത് അറിയാം, ഉള്ളി മെയിൻ സാധനമാണ്. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി ചതച്ചത്, അത് തൊലിയോടുകൂടി ചതച്ചത്, പിന്നെ ഒരു 2 സ്പൂൺ മുളക് പൊടി ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, അത് ഇടാൻ നേരം ഞാനത് ഇടത്തേ ഉള്ളൂ. പിന്നെ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ റെഡിയാക്കി അടിപൊളിയായിട്ട് ഇത് ചെമ്മീന് സെറ്റാക്കി വെച്ചത് നീതു കേട്ടോ. ചെമ്മീൻ്റെ ആള് ചെമ്മീൻ റെഡിയാക്കി വെച്ചത് നീതുവാണ്. അതായത് ഇങ്ങനെ വേവിച്ച് വെച്ചിരിക്കുക. ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെന്താ പറഞ്ഞ വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി ചതച്ച് മുളക് ചതച്ചത് മാത്രമേ ഉള്ളൂ. ഉപ്പും ചേർത്തിട്ട്, ഉപ്പും മഞ്ഞപ്പൊടി.
അപ്പം ചെമ്മീൻ ഇങ്ങനെ ഉപ്പ് മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് വേവിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ വെളുത്തുള്ളി, ചുമന്നുള്ളി, മുളക് പൊടി, ഇത്രയും സാധനങ്ങൾ വെച്ച് നമ്മൾ കുറേ സമയം ഇങ്ങനെ ഇട്ട് വഴറ്റി ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കുക ചെയ്യുന്നത്. ഡ്രൈ ആയിക്കൊണ്ട് ഇത് ഇത്തിരി ഉപ്പിട്ട് അതിനകത്ത് ഇതവിടെ കിടന്നൊന്ന് സെറ്റാവട്ടെ. അപ്പം നമുക്കിതേ പയർ മെഴുക്കുവരട്ടി ഓൾമോസ്റ്റ് ഡണ്ണാണ് കേട്ടോ. നമുക്കിനി അതൊന്ന് മാറ്റാം. അപ്പം പയർ മെഴുക്കുവരട്ടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ അടുപ്പം ഓഫ് ചെയ്തേക്കട്ടെ. ചിക്കൻ ഫ്രൈ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കിനി കോരാം, പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പം നമ്മളിനി ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കുകയാണ്. ചിക്കൻ ഫ്രൈ ചെയ്തു, അതിൻ്റെ ബാക്കി ചിക്കൻ കൊണ്ട് നമ്മൾ കറി വെക്കുകയാണ്. പേരിലൊക്കെ ഉള്ള ചിക്കൻ ഉണ്ടല്ലോ, അപ്പം ബോൺലെസ് എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, വഴറ്റി കൊടുക്കുക. തേങ്ങാപ്പാലിൽ കിടന്ന് വേട്ടെ. അപ്പോൾ നമ്മളിതാ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മാരിനേറ്റ് ചെയ്ത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഫിഷ് കറി, തേങ്ങാപ്പാൽ ഒഴിച്ച് നാടൻ ഫിഷ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫിഷാണ്. അങ്ങനെയുള്ള സാധനങ്ങൾ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അല്ലേ ചതച്ചത്. ഇതെന്തിനാ വറുത്ത് ചേർക്കാനാണോ ഇത് നേരം? ഇല്ല, വേറെ വെളുത്തുള്ളി കാണുന്നു. അല്ല, അത് അതിൻ്റെ ഒപ്പം ചേർക്കാൻ വേണ്ടിയിട്ട് രണ്ടായിട്ട് വെച്ചതേ ഉള്ളൂ അല്ലേ. അപ്പം ഇത് സവോളയും അരിഞ്ഞിട്ടുണ്ട്, സവോളയും ചേർക്കുന്നുണ്ട് കറിയിൽ. നീതുവാണ് ഫിഷ് കറിയുടെ ആൾ നീതുവാണ്. അപ്പം എനിക്ക് ഇൻഗ്രീഡിയൻസിനെ പറ്റി വലിയ ഗ്രാഹ്യമില്ല. ഇത് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്, ഉപ്പ് പൊടി. ഇത് തേങ്ങാപ്പാല്, ഫസ്റ്റ് പാലും ഉണ്ട്, സെക്കൻഡ് പാലും ഉണ്ട്. ഇത് സെക്കൻഡ് പാലാ അല്ലേ? രണ്ടാം പാലും പിന്നെ ഒന്നാം പാലും ഉണ്ട്. ഒന്നാം പാല് ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ട് വെന്തോണ്ടിരിക്കുന്നതേ ഉള്ളൂ, അപ്പോൾ ആ സമയം നമ്മൾ ഇപ്പുറത്ത് ചട്ടിയിൽ എന്താ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? ഫിഷ് കറി, തേങ്ങാപ്പാൽ ഒഴിച്ച നാടൻ ഫിഷ് കറി ഉണ്ടാക്കാൻ പോവാം. ഓക്കെ, എണ്ണ ഒഴിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ എണ്ണ ചൂടാവുമ്പോൾ ഒരു 2 തരി ഉലുവ. എണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഓക്കെ, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ച് കഴിയുമ്പോൾ നമുക്ക് ഉള്ളി ചേർക്കാം. ചുമന്നുള്ളി, പിന്നെ ഞാൻ അഡീഷണലി കുറച്ച് സവാളയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ ചെയ്യുന്നത്? അത് മൂത്ത് കഴിയുമ്പോഴത്തേക്കിനും
പിന്നെ സാധാരണ മുളക് പൊടി, മഞ്ഞപ്പൊടി, മീൻകറിയുടെ എല്ലാം. മല്ലിപ്പൊടി നമ്മൾ ചേർക്കില്ല ഇതിനകത്ത്. ഇത് നോർത്ത് പറവൂരാണ് ഇപ്പൊ എന്റെ അമ്മയുടെ വീട്. അപ്പൊ അവിടെയൊക്കെ ഫിഷ് കറി ഉണ്ടാക്കുന്ന സ്റ്റൈലിങ്ങില്ലേ, നല്ല കുടംപുളി ഇട്ടിട്ട് അങ്ങനെ ആ ഒരു സ്റ്റൈലിലാണ് അപ്പൊ ഞാനും ഫിഷ് കറി ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മള് മീൻ വറുക്കാൻ ഇടാൻ പോവാട്ടോ. അപ്പൊ ഇത് സവോള വഴന്നു വന്നു അല്ലേ? മുളക് പൊടി ചേർത്ത് കൊടുക്കും. മുളക് പൊടിയൊക്കെ പാകത്തിന് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച്. മഞ്ഞപ്പൊടിയാ? മഞ്ഞപ്പൊടി വേണമെങ്കിൽ ഒരു നുള്ള് കുരുമുളക് പൊടി ആവാം, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ഫിഷ് ഇവിടെ കിടന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഉണ്ടോ? അതാ സൂപ്പറായിട്ടുണ്ടല്ലോ. ഫിഷ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. 2 ബാച്ചായിട്ട് ഫിഷ് ഫ്രൈ ചെയ്യാൻ പറ്റില്ല. ചെറിയ പാത്രമാണ്. ഇത് 2-3 കഷ്ണങ്ങളിലുണ്ട്. ഇത് ചിക്കൻ കറി ഉണ്ട്, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാലിനകത്ത് വെക്കണം, നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. മീൻ കറിയുടെ പരിപാടി തീർന്നില്ലേ? മീൻകറി ഇന്ന് നമുക്ക് പാലും കൂടെ ഒഴിക്കണം. കടുക് പൊട്ടിച്ചൊഴിക്കണം? കടുക് പൊട്ടിക്കില്ല. ഇല്ല. ഓക്കെ. അപ്പോൾ ഇനി മെയിൻ പാലും കൂടെ ഒഴിച്ചാൽ മതി അല്ലേ? കുക്കിംഗ് എന്ത് ചെയ്യാറേ? ഞങ്ങളുടെ കുക്കിംഗ് ഓൾമോസ്റ്റ് ഡണ്ണാണ്, കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയത് പറഞ്ഞു? നമ്മൾ പയർ മെഴുക്കുവരട്ടി, ഫിഷ് കറി, ഫിഷ് ഫ്രൈ, ചെമ്മീൻ റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളിത് ഉണ്ടാക്കിയത് ഞങ്ങളിത് മേശപ്പുറത്ത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഗ്രാൻഡായിട്ടൊരു നോൺ വെജ് സദ്യയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു. നല്ല സന്തോഷം തോന്നിയ മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നിങ്ങളും ഇതുപോലൊരു ലഞ്ചൊക്കെ ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ കൂടി പ്രസ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ. ആരുച്ച എങ്ങനെയുണ്ട്?